ഇത് കണ്ടല്ലോ, ഇത് 10ാം ക്ലാസ്സിലെ എന്താ പറയാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലാസ്റ്റത്തെ പേജിൽ, അതായത് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റത്തെ പേജിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഈ 1, 2, 3, 4, 5, 6 ഇങ്ങനെ ഒരു പിരമിഡ് ഷേപ്പിലുള്ള ഒരു പാറ്റേൺ എന്നിട്ട് ഉള്ള, അതായത് 20ാമത്തെയും 21ാമത്തെയും വരെയുള്ള അവസാന എണ്ണൽ സംഖ്യകളുടെ ആകെത്തുക എത്രയാണെന്നുള്ളതാണ്. അതായത് 20ാമത്തെ വരിയിലുള്ള അവസാനത്തെ തൂക്കം കാണണം, 21ാമത്തെ വരിയിലുള്ള അവസാനത്തെ തൂക്കം കാണണം, എന്നിട്ട് അത് തമ്മിൽ അവസാന നമ്പർ എന്താന്നുള്ളത് കാണണം, അത് തമ്മിൽ ആഡ് ചെയ്യണം. അതാണ് പരിപാടി. അപ്പം ഇവിടെ ഞാൻ ഇവിടെ ഇത് വരയ്ക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ ഈ ഒരു എന്താ പറയാ, ഈ ഒരു സീരീസിൽ ആദ്യത്തെ വരിയിലുള്ള അവസാനത്തെ നമ്പർ, അതായത് ആദ്യത്തെ വരിയിലുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. രണ്ടാമത്തെ വരിയിൽ അവസാനത്തെ നമ്പർ 3 ആണ്. മൂന്നാമത്തെ വരിയിൽ 6 ആണ്. നാലാമത്തെ വരിയിൽ 10 ആണ്. അപ്പം ഈ 1, 3, 6, 10 എന്നുള്ളത് ഇത് എന്താണ്? ഇപ്പം ആദ്യത്തെ വരിയിലുള്ള ഇത് 3 ആണ്, ഇത് 6 ആണ്, ഇത് 10 ആണ്. ഇതിന്ന് നമ്മൾ ഒരു സംഭവം കണ്ടെത്തണം. അതായത് n നമ്പറിന്റെ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻസ് എന്താണ്? ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n+1/2. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവല്ലോ. അപ്പം ഇതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ വരിയിലുള്ള, അതായത് എന്നിന്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ആൻസർ 1 ആണ്. അതാണിത്. ഇനിയിപ്പം നിങ്ങൾക്ക് പ്ലേസിൽ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 2 ഇൻറ്റു 2+1 3/2, അതായത് 2 ഇൻറ്റു 3 6, 6/2 എന്ന് പറയുന്നത് 3 ആണ്. രണ്ടാമത്തെ വരിയിലുള്ള അവസാനത്തെ നമ്പർ അതുമായിട്ട് ഈ ഇക്വേഷൻ ആയിട്ട് എന്താണ്? സിമിലർ ആണ്. അങ്ങനെ വരുമ്പം ഈ പറയുന്ന 20ാമത്തെ വരിയിലുള്ള അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ എന്നിന്റെ പ്ലേസിൽ 20 ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ 21. എന്നിട്ട് അത് തമ്മിൽ എന്ത് ചെയ്യാം? നമ്മൾ ആഡ് ചെയ്യാം. അതായത് 20ാമത്തെ വരിയിലുള്ള അവസാനത്തെ നമ്പർ അതാണല്ലോ ചോദിക്കുന്നത്. 20ാമത്തെ വരിയിലുള്ള അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? n ഇൻറ്റു n+1/2. ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ 20 ഇൻറ്റു 20+1 21/2. ഈ 2ഉം 20ഉം കട്ട് ചെയ്യുമ്പോൾ 10 എന്താണ്? 210 ആണ് ആൻസർ വരാം. സെയിം വേ 21ാമത്തെ വരിയിൽ എന്താണ് വരിക? 21 ഇൻറ്റു 22/2. ഇതും കട്ട് ചെയ്ത് 2, 3, 1 231 അതാണ് വരിക. ഇനി ഈ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 231 + 210 441 ഉണ്ടോ? 441 ഓപ്ഷൻ സി ആണ് വരിക. സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യാം. ബൈ.